ഹലോ. ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് നമുക്ക് നോസ് കോണ്ടോറിങ്ങിനെ പറ്റി പറയാനാണ്. അപ്പൊ നോസ് കോണ്ടോറിങ്, പിന്നെ ചീക്സ് കോണ്ടോറിങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പ് ടേംസിൽ വേർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ സാധാ ബിഗിനേഴ്സിന് ഇത് എന്താണ് കോണ്ടോറിങ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും. യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ചുരിദാറോ അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പ് എടുക്കുമ്പോൾ അത് എക്സൽ സൈസ് ആണ്. നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് നമുക്ക് വേണ്ടത് മീഡിയം സൈസ് ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു എക്സൽ സൈസിൽ ആ ഒരു കളർ ഷെയ്ഡ്, ആ ഒരു പാറ്റേൺ ഒന്നേ കാണുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ സൈസിന് ചെറുതാക്കുക എന്നത് തന്നെയാണ് ഈ മേക്കപ്പ് ടേംസിൽ വരുമ്പോൾ ഉള്ള കോണ്ടൂർ. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ? അപ്പൊ ഇപ്പൊ എന്റേത് തന്നെ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു നോസ് ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ ഷോർട്ടായിട്ട് നമുക്ക് ഫോട്ടോസിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഷാർപ്പായിട്ട് തോന്നിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സാധാ നമ്മൾ ഇങ്ങനത്തെ ഒരു കോണ്ടോറിങ് ബ്രഷ് ഉണ്ട്, ഇത് വാങ്ങാൻ കിട്ടും. ഇത് ഒരു സൈഡ് സ്ലാൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഈസി ആയിട്ട് സാധാ ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ നമ്മുടെ അടുത്ത് വേറെ കോണ്ടോറിങ് പാലറ്റ് ഒന്നുമില്ല, അപ്പൊ ജസ്റ്റ് ഐ ഷാഡോ പാലറ്റ് തന്നെ എടുക്കുക. അപ്പൊ ഇതാണ് എൻ്റെ അടുത്തുള്ള ഐ ഷാഡോ പാലറ്റ്. ഇതിൻ്റെ അകത്ത് പലതരം ബ്രൗൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പലതരം ബ്രൗൺസിൽ എപ്പോഴും നമ്മൾ വന്നിട്ട് ഒരു മീഡിയം ടോൺ തിരഞ്ഞെടുക്കുക. ആ മീഡിയം ടോൺ വെച്ചിട്ട് ഒരു ക്യൂടിപ്പ്, ഈ ക്യൂടിപ്പ് ശരിക്കും പറഞ്ഞാൽ ബ്രഷ് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഈ ക്യൂടിപ്പ് ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് ഡോട്ട് ചെയ്യുക. അപ്പൊ അതാണ് ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാനിപ്പോ ഇവിടെ ഒരു മീഡിയം ആണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് ഇച്ചിരി ഡാർക്ക്, ഇത് നല്ല ഡാർക്കാണ്. അപ്പൊ ഇതൊരു മീഡിയം ഡാർക്ക്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡോട്ട്സ് കൊടുക്കുകയാണ്. ഇതേ കണ്ടല്ലോ, ഡോട്ട്സ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഈസി അല്ലേ? മറ്റേ നമ്മൾ ലൈൻ ചെയ്യുമ്പം അങ്ങ് അറ്റത്ത് നിന്ന് ഇങ്ങ് അറ്റം വരെ ഒരേ ലൈനിൽ കിട്ടുമോ എന്ന് നമുക്കൊരു പേടിയുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഈസിയാണ്. അതേമാതിരി എപ്പോഴും ചെയ്യേണ്ട എന്താണ്, ഈ പുരികത്തിന്റെ ഇന്നർ കോർണേഴ്സിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്നർ കോർണേഴ്സ് വഴി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അതൊരു ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന് ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ കോണ്ടോറിങ് ബ്രഷ് കണ്ടല്ലോ, ഒരു സൈഡ് സ്ലാൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഞാനൊന്ന് ആ ഡോട്ട്സിനെ ഒരുപോലെ ജോയിൻ ചെയ്യുകയാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഡോട്ട്സ് ഇടുമ്പോൾ ഉള്ള ഈസി എന്താന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് ജോയിൻ ചെയ്ത് ഒരേ ലൈനായിട്ട് എടുക്കാൻ പറ്റും. മറ്റേതൊരു ബ്രഷ് വെച്ചിട്ട് ഒരു സാധാ ബിഗിനർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിലെ ലൈൻ കുറച്ച് അകത്തേക്കാകാം, ഇത് കുറച്ചൊന്ന് വൈഡ് ആയിട്ട് പോകാം. ഇതാകുമ്പോൾ ആ ഒരു പേടി നമുക്കില്ല. അപ്പൊ ഡോട്ട്സ് കൊടുത്താൽ ഉടനെ തന്നെ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതേമാതിരി ഇപ്പൊ നമുക്ക് എന്നിട്ട് ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലുകൾ വെച്ചിട്ട് തന്നെ അത് ഒന്നുകൂടെ ഒന്ന് ഷാർപ്പാക്കി ഇടുക. പിന്നെ അതേമാതിരി ഈ എൻഡിൽ നമുക്കൊന്ന് ആ ഡോട്ട്സ് ഒന്നുകിൽ ഡോട്ട്സ് ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ലൈൻ ഈ ഇന്നർ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നമ്മളൊരു എം പോലെ കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് നമ്മൾ സ്മർട്ട് ചെയ്ത് വിടും. ഇത്രയേ ഉള്ളൂ നോസ് കോണ്ടറിങ്. ഓക്കെ. അതേമാതിരി ഒത്തിരി കവളുള്ളവർക്കാണെങ്കിൽ അവർക്കും നമ്മൾ ഇതേമാതിരി ഡോട്ട്സ് എടുക്കാം. കാരണം ബ്രഷ് ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത്. അതും അതേ സെയിം ഷെയ്ഡ്, ഞാൻ മൂക്കിന് യൂസ് ചെയ്ത അതേ ഷെയ്ഡാണ്. ഒപ്പം തന്നെ ഹെയർ ലൈൻ, ഇപ്പോ നെറ്റി ഒത്തിരി വലിയ ആൾക്കാർക്കാണെങ്കിൽ ആ ഹെയർ ലൈനിലും ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് വീണ്ടും നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് സ്മർട്ട് ചെയ്യും. ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വിരലുകൾ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മളിപ്പോ യൂസ് ചെയ്തില്ലേ, അത് എപ്പോഴും ഹെയർ ലൈൻസിലേക്ക്, ബാക്കിലേക്ക് വേണം നമ്മൾ സ്മർട്ട് ചെയ്യാൻ. അകത്തേക്ക് വരാൻ പാടില്ല. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് ഔട്ടർ സർഫസിലാണ് നമുക്ക് ഈ ബ്രൗൺ കോണ്ടോറിങ് വരുന്നത്.
ഇപ്പൊ കോണ്ടോറിങ് വലിയ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുമാതിരി വീണ്ടും പുതിയ ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.